ഇച്ചാപ്പാ, കൊച്ചുമോൻ്റെ കല്യാണം മുടക്കമൊന്നും കൂടെ നടന്നതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ തോട്ടത്തിൽ ബെന്നിച്ചേട്ടൻ വക 5 ലക്ഷം രൂപ ഓർഫനേജിലെ പിള്ളേരുടെ പഠിപ്പിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് സംഭാവന. നല്ല രീതിയിലൊന്ന് പ്ലാൻ ചെയ്താൽ നാളെ രാത്രി നമുക്കതങ്ങ് തൂക്കാം. ഈ അനാഥാലയത്തിലെ പിള്ളേരുടെ കാശ് നമുക്ക് വേണോടാ. ഞാനും അത് ആലോചിച്ച അവളുടെ ഫീസ് അടയ്ക്കാനും സമയമായി. മാത്രമല്ല മേരിച്ചേച്ചിയുടെ ഓപ്പറേഷനും കാശടക്കണ്ടേ. ഞാൻ ആലോചിച്ചിട്ട് വേറൊരു വഴിയും കാണുന്നില്ല. പിന്നെ ഈ അനാഥാലയത്തിലെ പിള്ളേരുടെയൊക്കെ പൈസ ആലും മോട്ടിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ സഹായത്തിൽ പിള്ളേർക്ക് പൈസ എങ്ങനെയും വന്നോളൂ. എന്നാൽ പിന്നെ നമുക്കത് പൊക്കാല്ലേ. നാളെ ആകുമ്പോഴേ ഈ കന്യാസ്ത്രീമാരിലെ ആളെ പുൽക്കൂടുണ്ടാക്കാൻ വേണ്ടി പള്ളിയിലോട്ട് പോകും. പിന്നെ അവർ വൈകിയേ വരത്തുള്ളൂ. എന്നാൽ പിന്നെ നാളെ തന്നെ കയറാം. എൻ്റെ കർത്താവേ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് നീ അങ്ങ് പുറത്തേക്കണേ. എടാ, ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞ എന്നാടാ? ക്രിസ്മസിന് സാന്താക്ലോസ് വരുമല്ലോ. സാന്താക്ലോസ് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റും തരും. എനിക്കും കിട്ടുമോ ഗിഫ്റ്റ്? ഇല്ലില്ല, നിങ്ങൾ അമ്പലക്കാരല്ലേ. ഞങ്ങൾ പള്ളിക്കാർക്ക് മാത്രമേ സാന്താക്ലോസ് ഗിഫ്റ്റ് തരുള്ളൂ. അങ്ങനെയാണ് ഓണത്തിന് മാവേലി എല്ലാവരും അടുത്ത് വരുമല്ലോ. മാവേലിനെ ഗോഡല്ലല്ലോ പറഞ്ഞു വിടുന്നേ, സാന്താക്ലോസിനെ ഗോഡാ പറഞ്ഞു വിടുന്നേ. അതുകൊണ്ട് ഞങ്ങൾ പള്ളിക്കാരുടെ അടുത്ത് മാത്രമേ സാന്താക്ലോസ് വരുള്ളൂ. ആഹാ, മക്കൾ രണ്ടുപേരും ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ പരിപാടി? അനന്തോട്ടന്റെ മുഖം എന്താടാ വാടിയിരിക്കുന്നേ? എന്നാടാ പറ്റിയേ? എന്നാടാ അവന് പറ്റിയേ? അനന്തൂട്ടാ, എന്താ പറ്റിയേ? പറഞ്ഞേ. അതെനിക്ക് ഗിഫ്റ്റ് കിട്ടത്തില്ലല്ലോ, അതാ. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതിവൻ പറഞ്ഞു ക്രിസ്മസിന് സാന്താക്ലോസ് എല്ലാവർക്കും ഗിഫ്റ്റ് തരുമെന്ന്. ഞാൻ അമ്പലക്കാരനായതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല. അതെ, അതവൻ ചുമ്മാ പറഞ്ഞതല്ലേ. അതിനാണോ മോൻ വിഷമിച്ചിരിക്കുന്നേ? സാന്താക്ലോസ് എല്ലാ കുട്ടികളുടെ അടുത്തും വരും, ഗിഫ്റ്റും തരും. സാന്താക്ലോസിനെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. അവൻ ചുമ്മാ പറഞ്ഞതാ. അമ്മ ഒരു കാര്യം പറയട്ടെ, മോൻ അതുപോലെ ചെയ്യൂ. മോൻ പോയിട്ട് നമ്മുടെ മാതാവിനോട് പറ, മോന്റെ അടുത്തേക്ക് സാന്താക്ലോസിനെ ഗിഫ്റ്റുമായിട്ട് പറഞ്ഞു വിടണേ എന്ന്. മാതാവ് പറഞ്ഞു വിട്ടോളും കേട്ടോ. ചെല്ല്. ഓക്കെ ഓക്കെ. മാതാവേ, എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തോണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു തരാൻ ആരുമില്ല. ക്രിസ്മസിന് സാന്താക്ലോസ് വരുമ്പോ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. എനിക്കൊരു സൈക്കിള് വേണം. അത് സാന്താക്ലോസിനോട് പറഞ്ഞൊന്ന് കൊടുത്തു വിടാമോ? ഞാൻ എന്നും വന്ന് പ്രാർത്ഥിച്ചോളാം. സിസ്റ്ററിനോട് ക്ഷമിക്കണം. കക്കാൻ വേണ്ടി തന്നെ കയറി, പക്ഷെ എന്താണെന്നറിയത്തില്ല, എനിക്കത് പറ്റുന്നില്ല. സിസ്റ്റർ ഇപ്പോൾ ഒരാളെ കൂട്ടിയ നാട്ടുകാരോടും എന്നെ പിടിക്കപ്പെടും. എൻ്റെ കുടുംബം വഴിയാതരോ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഞാൻ പൊക്കോളാം. സിസ്റ്ററിനെ വിശ്വസിച്ച് ഞാൻ കൈയെടുക്കുക.
വിശ്വസിക്കുക, സിസ്റ്റർ ഒച്ചവെക്കുകയല്ലോ അല്ലേ? എന്നെ കണ്ടു, ഇനി ഇവിടെ നിന്ന് പണിയാ, വേഗം വാ. വന്നിട്ടൊന്നും എടുക്കാതെ പോകാനോ? നീ എന്തിനാ കന്യാസ്ത്രീ മുന്നോട്ട് പോയി ചാടിക്കൊടുത്തോ? ഇജാപ്പം എൻ്റെ ശ്വാസം ഇപ്പോഴും നേരെ വേണ്ടില്ല. ആ കന്യാസ്ത്രീയെങ്ങാനും ഒച്ച വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ നമ്മളിന്ന് ചെയ്യില്ല. എന്നാലും അടുത്ത വരെ എത്തിയിട്ടായിരുന്നു. ഇച്ചാപ്പം ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ആ സിസ്റ്റർ അവിടെ ഇങ്ങനെ വന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. എന്തോ ഭാഗ്യം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതോടെ ഞാൻ ഈ പരിപാടി നിർത്തി. അതിന് പരിപാടി നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഇതിന് മാത്രം ഉണ്ടായത്. ജീവിതത്തിൽ ആദ്യമായിട്ട് പിടിക്കപ്പെട്ടു, എന്നാൽ ആരും അറിയാതെ രക്ഷപ്പെട്ടു. ഇതൊന്നും അത്ര ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനിനി ഏതായാലും ഒന്നിനുമില്ല. എടാ കൊച്ചേ, മര്യാദയ്ക്ക് പണിയെടുത്ത് തീർക്കാൻ പറ്റുന്ന ബാധ്യതയൊന്നും അല്ല നമുക്കുള്ളത്. സാഹചര്യം ഓരോ മനുഷ്യനെയും കള്ളനും പിടിച്ചു പെറുകാനും ഒക്കെ ആക്കുന്നത്. വേറൊന്നും കൊണ്ടല്ലിച്ചപ്പ. അന്ന് എനിക്ക് 18 വയസ്സാണ്. അപ്പൻ നല്ല കുടിയായിരുന്നു. പതിയെ കുടിച്ച് അപ്പനങ്ങ് പോയി. എന്നെ കൊണ്ടാവത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും ഒരുപാട് നാളൊന്നും കിടത്താതെ കോട്ടയത്ത് വെച്ച് അമ്മ അങ്ങ് പോയി. അന്ന് മോർച്ചറിന് മുമ്പിൽ ആംബുലൻസിൽ കൊടുക്കാൻ പൈസ ഇല്ലാതെ ഒരു 18 വയസ്സുകാരൻ നിന്ന് മൂങ്ങുന്ന കണ്ടുകൊണ്ടായിരിക്കും ഒരു കൈ എൻ്റെ തോളത്ത് വന്ന് വീണു. ഒരു പെരുങ്കള്ളൻ്റെ കൈ. പിന്നെ അവളുള്ള കുഞ്ഞ്. അവളീ ഓരോ ദിവസം ക്ലാസ് വിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ എനിക്ക് പേടിയാണ്. നാളെ ഇനി ഏത് ഫീസ് അടയ്ക്കേണ്ടെന്നുള്ളത്. ഈ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്റ്റാമ്പിൻ്റെ പൈസ കൊടുക്കാൻ പോലും എൻ്റെ കയ്യിലില്ല. അപ്പോളാണ് യൂണിഫോം, പുസ്തകം, PTA ഫണ്ട്, അങ്ങനെ ഇച്ചാപ്പൻ പറഞ്ഞു തന്ന പോലെ ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്നു. അപ്പുറത്തെ പറമ്പിലെ വാഴക്കൊലയും മുളകും അങ്ങനെ ഒപ്പിക്കാൻ പറ്റാത്ത പൈസയൊക്കെ ഞാൻ അങ്ങനെ കണ്ടെത്തി. അവളുടെ ക്ലാസ് വലുതാകുന്നതനുസരിച്ച് ഫീൽഡും വലുതായി. എല്ലാം ഒന്നും മറന്നു വന്നായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ എന്നെ കണ്ടു. ഇച്ചാപ്പ ഈ പുതിയ സൈക്കിളിനൊക്കെ എന്നാ വിലയോ? അതിപ്പോൾ ഒരു 10,000 രൂപ ആവൂടാ. അല്ലെങ്കിൽ നമുക്ക് ഒന്നാമത് പോക്കാടാ. വേണ്ട, അത് ശരിയാവില്ല. ഇത് വാങ്ങണം. ഈ ക്രിസ്മസിന് ഇനി എന്നാ ദിവസമുണ്ട്? അതിപ്പോൾ ഒരു 10-15 ദിവസം കാണും. എന്നാ വില പണിക്കാൻ വേണ്ടോ? സൂപ്പർ. ശരിക്കട്ടെ. എൻ്റെ പേര് കൊച്ച്, ഇത് ചാപ്പൻ. ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ചാപ്പാ നോക്കി കൊള്ളാല്ലേ? നല്ലല്ലേ? എന്നാ വില ആവോ? ചോദിച്ചു നോക്കാം. ഹലോ, എന്തോരക്കാ ഇത്?
സാൻഡയോടൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. ചെല്ല്. അങ്ങനെ കുറേ കാലം കൂടി ഞാൻ സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങി വെച്ചാൽ. എൻ്റെ കൊച്ചിന് എനിക്കൊരു സൈക്കിൾ മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. നീ കാരണം നമുക്ക് അവനേലും മേടിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ. ഹാപ്പിയേ